നമസ്കാരം, M-Tec Vlogsന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് Motorola Escape 210 എന്ന ഒരു ഹെഡ്സെറ്റിൻ്റെ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ബ്ലൂടൂത്ത് ഇതാണ്. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 3299 രൂപയാണ്. പക്ഷേ ഞാനിത് വാങ്ങുമ്പോൾ ഇതിന് 1100 രൂപയുണ്ടായിരുന്നു. ഇതിൻ്റെ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് വോയിസ് കമാൻഡ്, അതായത് ഗൂഗിൾ അസിസ്റ്റൻ്റ് പോലത്തുള്ള വോയിസ് കമാൻഡ് വെച്ച് നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് ഒരു 3.5 mm ഓഡിയോ കേബിളും കൂടെ വരുന്നുണ്ട്. ഇതിന് 10 മണിക്കൂർ വരെ പ്ലേബാക്ക് ടൈം കിട്ടുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇതിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്ന എന്തൊക്കെയെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഞാനിത് ഓൾറെഡി ഒന്ന് അൺബോക്സ് ചെയ്തതാണ്. ഇതൊരു പ്ലാസ്റ്റിക് കവറിലിട്ടാണ് വരുന്നത്. അത്യാവശ്യം നല്ലപോലെ നമുക്കിത് സ്ട്രെച്ച് ചെയ്യാൻ തോന്നും. ഇതൊരു പ്ലാസ്റ്റിക് ബോഡിയാണ്. ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ കാണാം. ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരു 3.5 mm ഓഡിയോ കേബിൾ. ഇത് ബ്ലൂടൂത്ത് കണക്ഷൻ കിട്ടാത്ത ഡിവൈസസിനൊക്കെ നമുക്കിത് കുത്തിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഹെഡ്സെറ്റ് ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പവർ കേബിളാണ്. ഇതൊരു സാധാ പവർ കേബിളാണെന്ന് തോന്നുന്നു. ടൈപ്സ് മൈക്രോ USB ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയും സാധനമാണ് ഇതിൻ്റെ അകത്ത് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഹെഡ്സെറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വോളിയം കൂട്ടാനും കുറയ്ക്കുവാനും വേണ്ടിയുള്ള ഒരു ബട്ടൺ ഉണ്ട്. വോളിയം കൂട്ടാൻ വേണ്ടി പ്ലസ് ചിഹ്നമുള്ള ഈ ബട്ടൺ, വോളിയം കുറയ്ക്കാൻ ഈ മൈനസ് ചിഹ്നമുള്ള ബട്ടൺ. ഈ പവർ ബട്ടൺ നമ്മൾ കുറേ നേരം ഞെക്കിക്കൊണ്ട് നിന്നാൽ ഇത് ഓണാകും. അപ്പോൾ നമുക്കിങ്ങനെ ലൈറ്റ് കത്തുന്നത് കാണാം. പിന്നെ ഓഫ് ചെയ്യാൻ വേണ്ടി നമുക്കിത് വീണ്ടും ഒന്നുകൂടെ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്യാം. അപ്പോൾ 3 ചുമപ്പ് ലൈറ്റുകൾ കത്തിയിട്ട് അത് ഓഫാകുന്നതായിരിക്കും. അതിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കുഞ്ഞ് മൈക്ക് കാണാം. അതിൻ്റെ താഴെ ഒരു 3.5 mm ഓഡിയോ കേബിൾ കൊടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ജാക്കാണിത്. ഇതെന്ന് പറയുന്നത് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള ചാർജിങ് പോർട്ടാണ്. ഇതിൻ്റെ ഇയർ പീസ് നല്ലോണം സോഫ്റ്റ് ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ നമുക്ക് ചെവിയിൽ അധിക നേരം വെച്ചാൽ ചിലപ്പോൾ വേദന എടുക്കാതിരിക്കും. എന്നാൽ ചില ഹെഡ്സെറ്റുകളിൽ ഇവിടെ ഭയങ്കര കട്ടിയായിട്ടായിരിക്കും. അത് കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെവി വേദന എടുക്കുവാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ ഒരു കുഞ്ഞ് അൺബോക്സിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോകളുടെ അപ്ഡേറ്റ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും.